ഒരു ഉള്ളിൽ ഒരു ലാലേട്ട ഫാനാണ് എപ്പോഴും. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു നല്ലൊരു വേഷത്തിൽ കാണാൻ പറ്റി വളരെ സന്തോഷമുണ്ട്. തിരിച്ചുവരോ ലാലേട്ട എപ്പോഴാണ് പോയത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ലാലേട്ട എപ്പോഴാണ് പോയത് പുറത്തോട്ട്? തിരിച്ചു വരാമെന്നൊക്കെ പറയാനായിട്ട്. ലാലേട്ട 3 വർഷം കൊണ്ട് പടമൊന്നും ചെയ്യാതെ വീട്ടിൽ ഇരിക്കണം, അങ്ങനെ ഒന്നല്ലല്ലോ. ലാലേട്ട എന്ന് ഓണാണ്. അതിപ്പം എന്തൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. കളിയാക്കണവർക്ക് പുള്ളി പറഞ്ഞിട്ടില്ലേ ഒരു ഇൻ്റർവ്യൂവിൽ, ഈ 20 വർഷം മുമ്പേ ഞാൻ ചെയ്തു വെച്ചിട്ട് എന്താണെന്ന് ആൾക്കാർക്ക് അറിയാം. പിന്നെ കളിയാക്കണവർക്ക് എന്തും പറയാമല്ലോ, പറയണവർക്ക് എന്തും പറയാം. ലാലേട്ടൻ്റെ പടം എന്നും ഫാമിലി, ഇത്രയോ ഫാമിലികളാണ് വരുന്നത് നിങ്ങൾ കണ്ടല്ലോ. അതുകൊണ്ട് ലാലേട്ടൻ എന്നും അവിടെ തന്നെ നിൽക്കും. ലാലേട്ടൻ ഈസ് ബാക്ക്. സൂപ്പർ ഓടം, ഫാമിലിക്ക് പറ്റിയ ഓടം, നല്ല ഓടം. പിന്നെ ലാസ്റ്റ് ഒരു ഇമോഷണൽ സീനൊക്കെ ഉണ്ട്, അട്ടിപ്പൊളി, ഒരു രക്ഷയില്ല. ലാലേട്ടൻ വന്ന് മലയക്കോട്ടെ വലിയ വരുമ്പോൾ ആറാടിക്കോളും. ഇത്രയും പ്രതീക്ഷയില്ല. ജിത്തു ജോസഫ് മോഹൻലാൽ ഒരു രക്ഷയില്ല. ഞാൻ ബേസിക്കലി ഒരു മോഹൻലാൽ ഫാനൊന്നുമല്ല, പക്ഷെ പടം ഒരു രക്ഷയില്ല, അടിപൊളി. സമയം കിട്ടുവാണെങ്കിൽ ഒന്നും കൂടെ വന്ന് കാണും. സമയമില്ലാത്തതുകൊണ്ട് സീൻ മോഹൻലാൽ കിട്ടില്ല. മോഹൻലാൽ മാത്രമല്ല, പടം മൊത്തത്തിൽ നല്ലൊരു സ്റ്റോറി, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സമയം കിട്ടുവാണെങ്കിൽ ഒന്നും വന്നതാണ്. ശരി, വിമർശനങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും, മറുപടി എപ്പോഴും കൊടുക്കാറുള്ളത്. ഗംഭീര പടം. ജിത്തുവിൻ്റെ ലാലേട്ടൻ കോംബോ നല്ലൊരു ഇമോഷണൽ, നല്ലൊരു റിയലിസ്റ്റിക് കോഡ് ഡ്രാമ. ലാലേട്ടൻ്റെ പെർഫോമൻസ് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അനശ്വരയുടെ പെർഫോമൻസ് ആണ് ഏറ്റവും എടുത്ത് പറയാനുള്ളത്. കാര്യം പുള്ളിക്കാരിയുടെ സൂപ്പർ സ്റ്റാറിനെ മറ്റുള്ള സിനിമകളെ പോലെ അത്ര നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. കാര്യം കാണുന്നവർക്ക് കണ്ണ് നിറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഒന്നും പറയാനില്ല ബ്രോ, ഒന്നും പറയാനില്ല. കുറേ കാലത്തിന് ശേഷം, ഒരു ലൂസിഫറിന് ശേഷം ഇത്രയും മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ് ഇറങ്ങി വന്നൊരു പടം. ഒന്നും പറയാനില്ല, അത്യുഗ്രം പടം. എല്ലാവരും പോയി കാണണം. ഭയങ്കര കിടിലം പടമാണ്. നല്ല സ്റ്റോറിയാണ്, നല്ല ക്ലൈമാക്സ് ആണ്. ഒന്നും പറയാനില്ല, ഭയങ്കര ഇമോഷണൽ ആയി പോകും. എന്ത് വിമർശകരാണ് ബ്രോ? ലാലേട്ട അന്ന് ഇവിടെ ഉണ്ട്, ഇനി ഇവിടെ തന്നെ കാണും. അങ്ങേര് എന്താണ് അങ്ങേര് എന്ത് പ്രൂവ് ചെയ്യാനാ? ഒന്നുമില്ല. കൊള്ളാം, നല്ല ലാലേട്ട തിരിച്ചവര്. ജിത്തു ജോസ് ആസ് യൂഷ്വൽ ഹിറ്റ്. നല്ല മൂവിയായിരുന്നു. അനശ്വര രാജൻ അടിപൊളിയായിരുന്നു. മോഹൻലാലും സൂപ്പർ. ഞെട്ടിച്ചു വെച്ചാൽ ഇതൊരു നോർമൽ മൂവിയാണ്, ഭയങ്കര ഒരു മാസ് മൂവിയല്ല, ഒരു നോർമൽ മൂവി. രാവിലെ ഡങ്കി കണ്ടു, ഇപ്പോൾ ഇത് കണ്ടു. രണ്ടും ഇമോഷണലി ഭയങ്കര കണക്ട് ആവുന്ന സിനിമയാണ്. എനിക്ക് 2 സിനിമകൾ ഒരേപോലെ ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ ട്രെയിലറിൽ കാണുന്നതിൻ്റെ ഒരു ഇത് തന്നെയാണ്. നമ്മൾ പിന്നെ ഒരു എക്സ്പെക്റ്റേഷൻ എങ്ങനെ ഇത് ഫിനിഷ് ആവും എന്നുള്ള ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ഇവൻറ്റ്സ് ആണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. മോഹൻലാലിനെ നമ്മൾ കാണുന്നില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിഭാവത്വമോ അല്ലെങ്കിൽ ഒന്നുമില്ല സിമ്പിളായിട്ട് വന്നിട്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഔട്ട്പുട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ചരിത്രത്തിൽ ഇതേപോലെ അഭിനയം ഉണ്ടായല്ലോ, വളരെ ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ ആരാധകരായിട്ടുള്ളവരെ സംബന്ധിച്ച് ഇത് ലാലേട്ടൻ ഈസ് ബാക്ക് എന്നുള്ള സാധനമാണ്. അപ്പോൾ ബാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയാം ലാലേട്ടൻ എവിടെയും പോയില്ലല്ലോ, ലാലേട്ടൻ ഇവിടെ തന്നെ ഇല്ലെന്ന് ചോദിക്കും. പക്ഷേ മോഹൻലാലിൻ്റെ സിനിമ തുടർച്ചയായി കാണുന്ന ഒരാളെ സംബന്ധിച്ച് അറിയാം, ഒരു സൂപ്പർ സ്റ്റാർ മോഹൻലാൽ എന്ന് പറയുന്ന സാധനത്തെ മാത്രം പ്രൊജക്ട് ചെയ്തുള്ള സിനിമകളാണ് കഴിഞ്ഞ കുറച്ച് നാൾ വന്നുകൊണ്ടിരുന്നത്. ആക്ടർ മോഹൻലാലിൻ്റെ പൊട്ടൻഷ്യൽ അളക്കുന്ന സിനിമകളൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. അത് കംപ്ലീറ്റ്ലി ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ ഒരാളെ കൈകൊണ്ട് തല്ലുന്നൊരു ഒരൊറ്റ ഷോട്ട് പോലും ഇല്ലാത്തൊരു പടം കുറേ കാലത്തിന് ശേഷം കാണാൻ പറ്റി. വളരെ ഹാപ്പി. ജിത്തു ജോസഫിന് മാത്രം കിട്ടുന്ന അസുലഭ നിമിഷങ്ങളാണ്. കാരണം ലാലേട്ടൻ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ജിത്തു ജോസഫ് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് പോയി കൈവയ്ക്കുമല്ലോ, അത് എന്തായാലും ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്, നല്ലൊരു പടമാണ് ബ്രോ. അത് സംഭവിച്ച ഇത്തവണ ജിത്തു ജോസഫ് പറഞ്ഞിരിക്കുന്ന സത്യമാണ്. വലിയ ട്വിസ്റ്റോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാനില്ല. കറക്റ്റ് കോർട്ടിൽ നടക്കുന്ന എന്താണോ അതിനെയാണ് അതിൽ വന്നിരിക്കുന്നത്. ലാലേട്ടൻ്റെ ആക്ടിംഗ് എന്നാണ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയത്. കാരണം കണ്ണുകളൊക്കെ പഴയതുപോലെ നമ്മൾ ആ ട്രെയിലറിൽ കണ്ട സംഭവം കണ്ടല്ലോ, അത് ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ നല്ല എഫക്റ്റായിട്ട് തന്നെ അത് കിട്ടുന്നുണ്ട്. കുറേ പേര് കുറ്റം പറഞ്ഞു, കാരണം ലാലേട്ടൻ ഇപ്പം കുറേ ഒടിയന് ശേഷം അഭിനയിക്കാൻ അറിയത്തില്ല, മുഖത്തൊരു വികാരങ്ങൾ വരുന്നില്ല, എക്സ്പ്രഷൻസ് വരുന്നില്ല, ഒരു തേങ്ങയും വരുന്നില്ല എന്ന്. പക്ഷേ നേര് വന്ന് കണ്ടു നോക്ക്, അപ്പോൾ അറിയാം ആ ഫീൽ എന്താണ്, എങ്ങനത്തെ രീതിക്ക് വന്നിട്ടുണ്ടെന്ന്. കാരണം ജിത്തു മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് മോഹൻലാലിനെ. പിന്നെ ഒരാളും ബോറാക്കിയിട്ടില്ല. സിദ്ദിഖാണെങ്കിലും പ്രിയാമണിയാണെങ്കിലും അനശ്വരയാണെങ്കിലും ജഗദീഷ് ഏട്ടൻ, ആർട്ടിസ്റ്റ് ഒരുപാടുണ്ട്, ഉള്ളവരെല്ലാം കിടുക്കായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭഗവാനെ എങ്ങനത്തെ ഒരു ഫീല് പറയണമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അപ്പോൾ അവസാനമൊക്കെ ഉള്ള ആ ദൃശ്യത്തിൻ്റെ ആ ഒരു ഫീലിലോട്ട് പോകാം. ഒരിക്കലും ലാഗില്ല, ഫുള്ളി എൻഗേജിങ് ആണ്. അടുത്തത് എന്താണ് നടക്കാൻ പോകണമെന്നുള്ള ഒരു ആകാംക്ഷ പടത്തിന് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ക്രിസ്മസ് വിന്നർ എന്ന് തന്നെ പറഞ്ഞാൽ നേര് തന്നെയാണ്.